നമസ്കാരം, ഞാൻ നന്ദനൻപിള്ള. എൻ്റെ 27ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒരു അധോലോകമാണോ എന്ന വിഷയമാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പോലീസ് ആസ്ഥാനം ഒരു വ്യാജരേഖ നിർമ്മാണത്തിൻ്റെ ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രമാണെന്ന് ആരോപിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള തെളിവുകളും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ അധോലോകമാണെന്നതിലേക്ക് തെളിയിക്കാവുന്ന ഒരു SHO ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയായ 2 കേസുകളുടെ CD ഫയൽ ഈ പ്രതിക്ക് തന്നെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ നൽകി അയാളെ ആദരിച്ച കാര്യമാണ് പറയുന്നത്. ഞാൻ പാലോട് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ജില്ലയിലെ SHO ആയി ജോലി നോക്കി വരെ ഔദ്യോഗിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് 2 കേസുകളിൽ ഇയാൾ പ്രതിയാകപ്പെട്ടു. ഈ 2 കേസുകളും അന്ന് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ച് പാലോട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു അന്വേഷിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് മുമ്പുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ അത് അന്വേഷണം പൂർത്തിയാക്കി അതിൻ്റെ കുറ്റപത്രം തയ്യാറാക്കി അതിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് 197 സാങ്ഷൻ എന്ന് പറയുന്ന ആ സാങ്ഷന് വേണ്ടി ഫയൽ ഗവൺമെൻറ്റിലേക്ക് അയച്ചിരുന്നു. അപ്പം അന്വേഷണം പൂർത്തിയാക്കി നിരവധി നാൾ കഴിഞ്ഞിട്ടും ഈ സെക്രട്ടേറിയറ്റിലേക്ക് പോയ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് വഴി പോയ ഫയൽ തിരിച്ചു വരാതെ അതിനെ തുടർന്ന് അന്വേഷണങ്ങളാണ് എൻ്റെ സമയങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസുകാരെയൊക്കെ വിട്ട് അന്വേഷിച്ചതിൽ അത് ആദ്യമൊന്നും ആയില്ല എന്നൊക്കെയുള്ള മറുപടികൾ ലഭിച്ചു. പിന്നീട് ഞാൻ തന്നെ പലവട്ടം ഇതിൻ്റെ താല്പര്യം എടുത്തു പോവുകയും അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ആയിരുന്ന ഇപ്പോഴത്തെ ഇൻ്റലിജൻസ് DGP P. വിജയൻ സാറാണ് അന്ന് തിരുവനന്തപുരം റൂറൽ SP. അദ്ദേഹം അതിനകത്ത് ചെറിയ താല്പര്യം എടുത്തു. എന്തായാലും ഫയൽ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഫയലിനെ പറ്റി ഞാൻ നടത്തിയ രഹസ്യ വിവരശേഖരണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇയാൾക്കെതിരെ നടപടിയുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെത്തിയിരുന്ന 2 CD ഫയലും അവിടുന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനെ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയി പിന്നീട് ആ ഫയൽ സൂര്യപ്രകാശം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഫയൽ തിരിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്ന് ഞാൻ SP-യോട് പറഞ്ഞു. ഫയൽ ഇനി തിരിച്ച് കിട്ടില്ല, അത് പോയി, അത് ഉദ്യോഗസ്ഥന് അതിനുള്ള പിടിപ്പുമൊക്കെ ഉണ്ട്. കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ഫയൽ പിന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഇതിനെപ്പറ്റി SP എന്നോട് പറഞ്ഞു. റീകൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അന്നിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ അത് ഒപ്പിട്ട് തരണം. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇനി ഒപ്പിട്ട് തരില്ല. കാരണം ഞാൻ അന്വേഷണം പൂർത്തിയാക്കി ഗവൺമെൻറ്റിൽ എത്തിച്ച ഒരു ഫയൽ അവിടുന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്രയ്ക്ക് പ്രഗത്ഭനാണ് ഈ ഉദ്യോഗസ്ഥൻ. അപ്പം ഒരിക്കലും ഇനിയൊരു രണ്ടാമതൊരു ഫയൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള നടപടിയായിട്ട് അന്ന് സാറ് പെൻഷനായിരുന്നു, ഈ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെൻഷനായിരുന്നു. ഒരിക്കലും ഒപ്പിട്ട് തരാൻ താല്പര്യമില്ല എന്ന് നന്ദന SP-യോടും മറ്റും പറഞ്ഞേക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ഉപകാരം ഉണ്ടായി, നമ്മുടെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് അല്ല ഇപ്പോഴത്തെ DGP ഇൻ്റലിജൻസ് പിന്നെ അതിലെന്താണ് നടത്തേണ്ടതെന്നുള്ള കാര്യം സംബന്ധിച്ച് വലിയ വ്യക്തതയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ശരി, ഈ ഉദ്യോഗസ്ഥൻ പിന്നീട് സർവീസിൽ തുടർന്നു. വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് കിട്ടാവുന്ന പ്രൊമോഷനുകളൊക്കെ കിട്ടി. DYSP ആയിട്ട് റിട്ടയർ ചെയ്തു പോയി. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥൻ വിജിലൻസുകാരെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ടും ഈ ഉദ്യോഗസ്ഥന് ഒരു നമ്മുടെ ഈ KDDC എന്നൊക്കെ പറഞ്ഞൊരു നടപടിക്രമമുണ്ട്. അതായത് സാധാരണഗതിയിൽ 3 ഓർഡിനറി തെഫ്റ്റ്, അല്ലെങ്കിൽ 2 ഹൗസ് ബ്രേക്കിംഗ് ആൻഡ് തെഫ്റ്റ്, അല്ലെങ്കിൽ റോബറി ഡക്കോയിറ്റിയിൽ ഓരോ ശിക്ഷയൊക്കെ ഉള്ളവരെ നമ്മൾ KDDC ആക്കുക. അപ്പോൾ ഈ സംസ്ഥാനത്ത് കൈക്കൂലിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിജിലൻസിന് അങ്ങനെ ഒരു ലിസ്റ്റുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ ഈ ഉദ്യോഗസ്ഥൻ സ്ഥാനം പിടിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥന് കാര്യമായ പുറകിലുകളൊന്നും ഏക്കാതെ തന്നെ പുള്ളി പെൻഷനായിപ്പോയി. നമ്മുടെ ഈ സംവിധാനം മൊത്തത്തിൽ നമ്മുടെ ഒരു പഴയ സിനിമയിൽ ഈ സ്ഥിരമായിട്ട് കോഴി മോഷണം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴി മോഷണം പോകുന്ന ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ആ വീട്ടുടമസ്ഥനായ അച്ഛനും മകനും കൂടി ഇങ്ങനെ ഒരു ദിവസം കാത്തിരുന്നപ്പോൾ രാത്രി കള്ളം പിടിക്കാൻ വന്നു. കോഴിയെ പിടിച്ചുകൊണ്ട് പോയിട്ടും ഈ അച്ഛൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ കോഴിയെ കൊണ്ട് അച്ഛൻ പോവുകയാണ്. അച്ഛൻ ഇയാളെ പേടിച്ചായിരിക്കാം പ്രതികരിക്കാതിരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഗതികേട്. അതാണ് ഈ പറഞ്ഞു വന്നത്. നമ്പർ 1 സിസ്റ്റത്തിൻ്റെ ഗതികേടാണ് ഞാനീ പറയുന്നത്. ഈ കോഴിയെ കൊണ്ട് ഈ കള്ളം പോയതിന് ശേഷം ഈ കൊച്ചച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛൻ നമ്മളിവിടെ ഒളിച്ചിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ മറുപടി, നമ്മൾ ആളിനെ കണ്ടല്ലത് മതിയെന്നാണ് പറഞ്ഞത്.
പ്രതികരിച്ചാൽ ചിലപ്പോൾ വിവരം അറിയും. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 2 ക്രിമിനൽ കേസിൽ പ്രതിയാവുന്നു. അതേ പോലീസ് ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിൽ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഒരു ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചാണ് ആ CD ഫയൽ അയാൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. പിന്നീട് ആ 2 കേസുകളും സൂര്യപ്രകാശം കണ്ടിട്ടില്ല നാളിതുവരെ. ആ 2 കേസുകളിലും ഉണ്ടായിട്ടും ഉള്ളതായിട്ട് ഈ ഉദ്യോഗസ്ഥന് ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും തന്നെ നമ്മുടെ സിസ്റ്റത്തിനും ഫീൽ ചെയ്തിട്ടില്ല. ഇതിനെ നമ്മൾ ഈ നമ്പർ വൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ആലപ്പുഴ സംഭവവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. ഈ ആലപ്പുഴ സംഭവത്തിന് മാതൃകയായിട്ട് ആദ്യമുണ്ടായ ഒരു കേസാണ് നമ്മുടെ കൂത്തുപറമ്പ് കേസ്. കൂത്തുപറമ്പ് കേസിൽ അന്നിരുന്ന SP, റിട്ടയർ ചെയ്തൊരു DGP ആണ്. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് ഏറെ നാളായിട്ടില്ല. അന്നത്തെ കണ്ണൂർ SP എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ DGP ആണ് അന്നത്തെ ASP, തലശ്ശേരി ASP. അപ്പം അതിൽ പോലീസ് ഈ ആളുകളെ ന്യായവിരോധമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമായി ബന്ധപ്പെട്ട് നടത്തിയ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം ആ കേസ് ഫൈനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിതമായ ബലപ്രയോഗം നടത്തി ന്യായവിരോധമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. സർക്കാർ മാറിയ സമയത്ത് ഇതേ SP തന്നെ ആ കസേര ഇരുന്നുകൊണ്ട് ഇത് സമാധാനപരമായിട്ട് സമരം നടത്തിയ ആളുകളെ പോലീസ് പ്രകോപനമുണ്ടാക്കി കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വെടിവെച്ച് കൊന്നു എന്ന് കണ്ടെത്തി. അത് നമ്പർ 1 സിസ്റ്റമാണ്. കാരണം ഒരു നമ്പർ 1 സിസ്റ്റം ആണെങ്കിൽ ആദ്യം എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും മാറ്റം വരില്ല. ആദ്യം അത് ശരിയാണ് കണ്ടെത്തുന്നതെങ്കിൽ പിന്നെ അതിന് മാറ്റം വരില്ലല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ മാറ്റം വന്നു. പിന്നീട് ഇപ്പോഴത്തെ നമ്മുടെ DGP തന്നെ സുപ്രീം കോടതിയിലും മറ്റുമൊക്കെ കേസുകൾ നടത്തി ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരു സെപ്പറേറ്റായിട്ടൊരു FIR ഇടാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് ആ കേസ് അതിൻ്റെ ഉയർന്ന ഇതിലേക്ക്, ഇപ്പം കൊലക്കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് അങ്ങനെ നമുക്ക് ആ വഴിയിലേക്ക് കൊണ്ടുപോകാം. അത് പുതിയൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പുതിയൊരു കണ്ടെത്തലെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയതിനാലാണ് ആ കേസ് അന്ന് സുപ്രീം കോടതി കോഷ് ചെയ്ത് ദൂരെ കളഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് എന്തായാലും അദ്ദേഹം DGP സ്ഥാനത്തെത്തി എന്നുള്ളതും നമുക്ക് പിന്നീട് കാലം കാത്തുവെച്ച ഒരു സത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് ഈ ആലപ്പുഴ സംഭവവും നമ്മൾ നമ്പർ 1 ആണെന്ന് സൂചിപ്പിക്കുന്നത്. കാരണം നിയമവാഴ്ച ഉള്ളൊരു സംസ്ഥാനമാണെങ്കിൽ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷന് ഇപ്പോൾ പ്രതിസ്ഥാനത്തൊന്നും ഒരു വരാൻ പാടില്ല. അവിടെയും യാതൊരു അധികാരവും ഇല്ല പോലീസ് ഉദ്യോഗസ്ഥന് ഈ ആളുകളെ തല്ലി കൊല്ലാൻ ശ്രമിച്ച ഒരു കേസായിട്ട് അത് അട്ടിമറിക്കപ്പെട്ടു. ആദ്യം അട്ടിമറിക്കപ്പെട്ട കേസ് രണ്ടാമത് പുനരന്വേഷിക്കുമ്പോൾ അത് കൊലപാതക ശ്രമം ആവുന്നെങ്കിൽ കുഴപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമല്ല, മൊത്തത്തിൽ സിസ്റ്റം ഈ വെന്റിലേറ്ററിലാണെന്നുള്ളതിൻ്റെ തെളിവാണത്. കാരണം ഈ ആദ്യം ഒരു കേസ് അന്വേഷിച്ചു, അത് ശരിയായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകത്തില്ല. ഈ അധോഗതി കിടക്കുന്ന പോലീസിനെയാണ് നമ്മളെന്ത് പറയുന്നത് നമ്പർ 1 പോലീസ് എന്നും നമ്പർ 1 സംസ്ഥാനമെന്നും നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ച് നമ്മളിവിടെ പ്രഗത്ഭരാണെന്ന് കഴിഞ്ഞ് കൂടിക്കൊണ്ട് ഇരിക്കുന്നെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ADGP ഇടപെട്ടു എന്ന് പറയുന്ന ADGP നിരവധി കേസുകളിൽ പുനരന്വേഷണ ഉത്തരവ് ഇട്ടിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. നിരവധി കേസുകൾ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ ADGP. MR രാജ്കുമാർ എന്ന് പറയുന്ന ADGP, അദ്ദേഹം ADGP ലാൻഡ് ഓർഡറിൻ്റെ ചുമതലയിരിക്കുന്ന സമയത്ത് നിരവധി കേസുകളിൽ പുനരന്വേഷണം, അതെല്ലാ കേസുകളും പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കേസുകളും പുനഃപരിശോധിക്കണമെന്നാണ് അദ്ദേഹം പുനരന്വേഷണ ഉത്തരവിട്ട് നടത്തിയിട്ടുള്ള എല്ലാ കേസുകളും പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലൊക്കെ പല കേസുകളിലും പ്രതികളെ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്തതായിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. FIR പോലും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കിയ ശേഷം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം FIR രജിസ്റ്റർ ചെയ്താൽ ഈ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ ആൾ അല്ലെങ്കിൽ ഈ പ്രതിയാന്ന് പറയുന്ന ആൾ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കിയതിന് ശേഷം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കോടതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ ശ്രമിച്ചമായ നിരവധി സംഭവങ്ങൾ ഈ
ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനകം നടന്നിട്ടുണ്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാണ്. MR അജിത് കുമാർ മാത്രമല്ല, മറ്റ് ചില ഉദ്യോഗസ്ഥർ ഇതിലും പിന്നെ താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ചില IPS ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിലുണ്ട്. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരു പാർട്ടി ഓഫീസിൽ കയറിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുണ്ട്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് പാർട്ടി ഓഫീസെന്നോ അമ്പലമെന്നോ പള്ളിയെന്നോ ഒന്നുമില്ല. പ്രതി ഉള്ളിടത്ത് പോലീസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസ്ഡ് ഒഫൻസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കഴിയുന്നുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടിയാൽ അവിടെ പോയി അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. നമ്മൾ റിട്ടയർ ചെയ്ത ചില DGPമാരും ഒക്കെ അമ്പലത്തിൽ കയറിക്കൂടാ. ചിലർ ഇതെല്ലാം മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള സംസാരങ്ങൾ, നിയമവിരുദ്ധമായ സംസാരങ്ങളാണ്. ആർക്കും എവിടെയും കയറി ആരെയും അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ യാതൊരു തടസ്സവും ഇല്ല. പാർട്ടി ഓഫീസിൽ കയറിയ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു SHO ആയിരിക്കെ ചങ്ങനാശ്ശേരിയിലൊരു പാർട്ടി ഓഫീസിൽ ഈ ഉദ്യോഗസ്ഥൻ കയറുകയും അയാൾ പിന്നെ 4 വർഷം കോഴിക്കോട് സർക്കാർ മാറി വന്നപ്പം 4 വർഷത്തിലധികം കോഴിക്കോട് DCRBയിൽ പോസ്റ്റ് ചെയ്ത കഥകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അയാളെ പാർട്ടി ഓഫീസിൽ കയറി എന്ന് പറഞ്ഞാൽ നടപടിയൊന്നും എടുക്കാനൊന്നും പറ്റില്ല. പാർട്ടി ഓഫീസിൽ കയറിയിട്ടുള്ളത് അയാൾ നിയമപരമായിട്ടാണ് കയറിയത്. അതുകൊണ്ട് അയാൾ പിന്നെ സ്വാധീനിക്കാൻ അയാളെ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സിസ്റ്റത്തിനോ സ്വാധീനിക്കാൻ കഴിയാത്തതിനാലാണ് അയാൾ അല്ലെങ്കിൽ നട്ടലുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഈ ഉദ്യോഗസ്ഥൻ പാർട്ടി ഓഫീസിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ആ നിലപാടിനെ നമ്മുടെ സിസ്റ്റം ശരിവെക്കുന്നില്ല എന്നുള്ളതിനാണ് അയാളെ പിന്നെ മധ്യ തിരുവിതാംകൂറിൽ താമസിക്കുന്ന അയാളെ കോഴിക്കോട് DCRB പോസ്റ്റ് ചെയ്ത് അയാൾ വീട് കാണാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ആലപ്പുഴ സംഭവത്തിൽ MR അജിത് കുമാർ പറഞ്ഞപ്പോൾ ചിലരൊക്കെ ഈ CD ഫയൽ മാറ്റിയെന്നും CD മാറ്റിയെന്നും തെളിവ് മാറ്റിയെന്നും സാക്ഷി മാറ്റിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും ഒരു ശരിയായ നടപടിയല്ല. അപ്പോൾ ഞാൻ പിന്നെ മലപ്പുറത്ത് ട്രാൻസ്ഫറായി പോയിട്ടുള്ളതും ഹാരിസൺ ഉൾപ്പെടെയുള്ള കേസുകൾ, അവളെ KTDCയുടെ കേസുകളിലൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ താല്പര്യമുണ്ടായിരുന്ന കേസുകളാണ്. അപ്പോൾ ഈ കേസുകളൊക്കെ അവർ പറഞ്ഞ പോലെ അന്വേഷിച്ച് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ നിലനിൽക്കാമായിരുന്നു. പക്ഷേ അവർ അത് എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ ആ അന്വേഷണം അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ മാത്രമല്ല, കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് DYSP ആയിരിക്കുക CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയാക്കി റിപ്പോർട്ട് കൊടുത്തൊരു സാഹചര്യത്തിലാണ് അവിടുന്ന് തന്നെ മാറ്റിയിട്ടുള്ളത്. എന്നെ വിജിലൻസ് ആസ്ഥാനത്ത് വിളിച്ചിട്ട് അന്ന് സംസാരിച്ചു. കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് കണ്ടാണ് അവരെന്നെ മാറ്റി ഇടുക്കിയിലേക്ക് മാറ്റിയിട്ടുള്ളത്, അത് മുല്ലപ്പെരിയാറിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ KTDCയുടെ കേസിലും അന്നത്തെ വനിതാ ADGPയുടെ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ നിയമം അങ്ങനെയല്ല, അതിന് ചെയ്യാൻ പറ്റില്ല എന്ന് അവരോട് കൃത്യമായി പറഞ്ഞ സാഹചര്യത്തിലാണ് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ടുള്ളത്. അപ്പം ഈ ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥർക്കും ഈ ഞാനീ പറഞ്ഞ നിലപാടിലേക്ക് എത്താമായിരുന്നു. ഒരിക്കലും ADGP പറഞ്ഞു എന്ന് പറഞ്ഞ് ആരെയും പ്രതിയാക്കിയോ ആരെങ്കിലും കേസ് അട്ടിമറിക്കുകയോ കള്ളക്കേസിൽ പെടുത്തുകയോ കള്ള FIR എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യവും വ്യക്തമായിട്ട് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക. വന്നു കഴിഞ്ഞാൽ പരമാവധി വരാവുന്ന ഒരു ട്രാൻസ്ഫറാണ്. അല്ലെങ്കിൽ ചില ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം, ഇല്ലയെന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ക്രൈംബ്രാഞ്ചിലെയൊക്കെ ആലപ്പുഴയിൽ DYSP ഈ MR പറഞ്ഞ പോലെയൊക്കെ കേസ് അന്വേഷിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അത് ഈ ഒരാളുടെ കുഴപ്പമായിട്ട് നമ്മളെ മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യം ഒരിക്കലും, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ 1-2 കേസേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ ശതമാനം കേസുകൾ എങ്ങനെയായാലും ഒരു ചോദിക്കാനും പറയാനും ആളില്ലാത്തവരെ മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ പോലീസ് സിസ്റ്റം എത്തിച്ചേർന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനവും പണവും കൊണ്ട് പോലീസിനെ സ്വാധീനിക്കാൻ കഴിയാത്തവർക്ക് നിയമവാഴ്ച അകലെയാണെന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ എത്തിച്ചേർന്നതിന് ഉത്തരവാദി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. അതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് തുല്യമായ പങ്ക് നമ്മുടെ IPS സിസ്റ്റത്തിനുണ്ട്. കാരണം അവർക്ക് വേണ്ടി ഡാൻസ് കളിക്കുന്ന, അവരുടെ ട്യൂണിനനുസരിച്ച് കുഴലൂതുന്ന ഈ IPS സിസ്റ്റമാണ് കേരള പോലീസിൻ്റെ ശാപം എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.